പണി ചെയ്യാൻ വിളിച്ചപ്പോൾ ഉറക്കം വരുമല്ലേ? എവിടേക്കാ പോണേ? ബാ ബാ ഇങ്ങോട്ട് വരി. ബാ ബാ ഇങ്ങോട്ട് വാ. ബാ ബാ. നമ്മുടെ കൊച്ചുവിനെ തുറന്ന് വെളിയിൽ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് പണികളുണ്ട്. വീടിൻ്റെ മുറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇന്നലെ ബോർവെല്ലിൻ്റെ പണിയൊക്കെ നടന്നതാണ്. വെള്ളം മോട്ടർ ഇട്ടിട്ടും കുറച്ച് നേരമായിട്ട് വെള്ളം വരുന്നില്ല. അവസാനം നോക്കുമ്പോൾ ഏറ്റവും അടിയിലേക്ക് മോട്ടറിൻ്റെ അടുത്തുള്ള ആ പൈപ്പ് പൊട്ടിയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ബോർവെല്ലിന് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരറ്റം മുതൽ ഒരറ്റം വരെ വലിച്ചെടുക്കണം. അങ്ങനെ എടുത്ത് ഇന്നലെ എല്ലാ പണിയും കഴിഞ്ഞത് 3:45 4 മണിയായി. അപ്പോഴാണ് വെള്ളം വന്നത്. അത് കഴിയുമ്പോഴത്തേനും എനിക്ക് റെഡിയായി പോകേണ്ട സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഈ വെറ്റിലെ കൂടിൻ്റെ ഇടയിൽ കൂടെ പൈപ്പ് എടുക്കാൻ തന്നെ ഒരുപാട് പ്രശ്നമായിരുന്നു കേട്ടോ. എന്നിട്ടും എടുത്തു. പിന്നെ ആ കോഴിക്കുഞ്ഞുങ്ങളും ഇങ്ങോട്ടേക്ക് ആട്ടിയിട്ട് വരയ്ക്ക് നായി കൊണ്ടുപോകും. അപ്പോൾ ഇതാ ഈ വീടിൻ്റെ മുറ്റം കിടക്കുന്ന സീൻ കണ്ടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വരുമ്പോൾ എന്തായാലും രാത്രി ഒരുപാട് നേരമാവും. പിന്നെ വൃത്തിയാക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ രാവിലെ എണീച്ചിട്ട് പിന്നെ എന്തായാലും കുട്ടികൾക്ക് ലീവാണ്. അപ്പോൾ അവരെയും കൂട്ടുപിടിച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കണ്ടില്ല അവസ്ഥ. അപ്പോൾ എന്തായാലും ഒരുപാട് നേരം പുറത്ത് നിൽക്കണം. താഴെ വിട്. അപ്പോൾ നമ്മുടെ കൊച്ചുവിനെയും വിട്ട് കഴിഞ്ഞാൽ കൊച്ചുവിനെ അത്രയും നേരം പുറത്തേക്ക് നിൽക്കാമല്ലോ. ഒറ്റ കാരണം കൊണ്ട് കൊച്ചുവിനെയും കൂടി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. കുഞ്ഞെവിടെ? ഈ 2 പേരേ ഉള്ളൂ കേട്ടോ. അന്ന് 3 പേരെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒരാൾ നായ പിടിച്ചിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ പുറത്ത് വിടാൻ പേടിയാണ്. ഞങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് പുറത്ത് വിടുന്നത്. ചിക്കു പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടിട്ട് വാ. ചിക്കു ബനിയൻ എടുത്തിട്ടിട്ട് വാ. പോ. അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കില്ല കേട്ടോ. ബനിയൻ ഇല്ലെങ്കിൽ വീഡിയോയിൽ കാണിക്കില്ല. ചിക്കു വേഗം പോയി ബനിയൻ എടുക്കാൻ. കുഞ്ഞ് ചെടികളെ ആ ആന്തൂരത്തിൻ്റെ ഓരോ ചട്ടിയായിട്ട് ആ കല്ലിൻ്റെ മുകളിലേക്ക് തന്നെ അടുക്കി വെക്കാം. ചിക്കുവിനെ മുടുക്കാൻ പോയിരിക്കുന്നു കൊച്ചു. കൊച്ചുവേ ഇങ്ങോട്ട് വാ. കൊച്ചു വാ. ബാ ഇങ്ങോട്ട് വാ. കൊച്ചു ഇങ്ങോട്ട് വാ. ബാ ബാ കൊച്ചു ബാ. വാടി ബാ. കയ്യിലിപ്പോൾ ഒരു പാത്രം ഉണ്ടെങ്കിൽ വേഗം ഓടിയെത്തും. മുന്നേ ആ മൊന്തയൊന്ന് കേട്ടെ വരുമോ നോക്കട്ടെ. ആ മൊന്ത ഒന്ന് കേട്ടെ നോക്കാം വട്ടയിലേക്ക്. ആ വട്ടയിൽ ഫുള്ളും വെള്ളം നിറച്ച് കൊടുത്താൽ മതി എൻ്റെ കൊച്ചുവിന് കുളിക്കാൻ. ഒരു ഓസ് ഇട്ടിട്ടേ ആ വട്ടയിൽ ഇത്തിരി വെള്ളം നിറച്ച് കൊടുക്കാം. എൻ്റെ കൊച്ചു കുളിക്കാൻ നോക്കാം. കൊച്ചു എന്നാ എന്നാ കൊച്ചുവിന് പാത്രം കാണിച്ചു കൊടുക്കണം. എന്നാ 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 ബാ ബാ. നോക്കുന്നുണ്ട് കേട്ടാ മീൻ വെക്കാൻ പാത്രം. ഈ പാത്രത്തിലല്ല മീൻ കൊണ്ടുവരാം. എൻ്റെ കൊച്ചുവിന് ബുദ്ധിയുണ്ട്, എനിക്കാണ് ബുദ്ധി ഇല്ലാത്തപ്പോൾ. കൊച്ചുവേ ബാ ബാ. ഇതിൽ മീനുണ്ട്. ഇതാ ഇതിൽ മീനുണ്ട്. വാ 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 കൊച്ചു വാ. എന്നാ വാ. ഓസ് ഉമ്മ കൊണ്ടുപോയിട്ടുണ്ടാവും. ഉമ്മ നീ അതൊക്കെ പഴയതുപോലെ ആക്കണമെങ്കിൽ അതാ കൊച്ചു പേരപ്പുറത്ത് കയറി. കൊയ്യാക്ക മരത്തിൽ മുകളിൽ കയറിയല്ലോ. ആ വട്ടയിൽ വെള്ളം നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു കുളിക്കും. വേണ്ട, പേരപ്പുറത്തത്തെ വൃത്തിയാക്കൽ പിന്നീട്. ആദ്യം താഴെ കിടക്കണ ഈ അവസ്ഥയൊന്ന് മാറ്റി. താഴെ വൃത്തിയാക്കാൻ ഇഷ്ടമല്ല, വീടിൻ്റെ മുകളിലത്തെ അത്ര വൃത്തിയാക്കേണ്ടത്. മിടുക്കി. ഇന്നലെ കണ്ടില്ലേ ഒരു ജനൽ മുഴുവൻ പൊളിഞ്ഞ് താഴേക്ക് ചാടിയിരിക്കുകയാണ് കേട്ടോ. പാവം നമ്മുടെ മോട്ടർ നേരാക്കാൻ വന്ന ആൾക്ക് അറിയില്ലായിരുന്നു നമ്മുടെ വീട്ടിലെ ജനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കുറ്റിയിട്ട് വെച്ചിരിക്കുകയാണെന്ന്. ഈ മോട്ടർ ശരിയാണ്, മോട്ടറിൻ്റെ സ്വിച്ച് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ മോട്ടർ ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ആ ജനലൊന്ന് തുറന്നിട്ട് ഉന്തി വിട്ടതാണ്. താഴേക്ക് ഒന്ന് തുറന്നതാണ് നല്ല ബലത്തിൽ. പക്ഷെ അത് പൊളിഞ്ഞ് ചാടി താഴെ വീണ് കംപ്ലീറ്റ് അതിൻ്റെ ഫ്രെയിമും ചില്ലും എല്ലാം പൊട്ടി താഴേക്ക് ചാടി. ഇന്നത്തെ ദിവസം അടിപൊളിയാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നോക്ക്, എൻ്റെ തക്കുട് നോക്ക്. കൊച്ചുവിന് ഇട്ട് കൊടുത്ത മീനിനെയൊക്കെ വേഗം വേഗം പെറുക്കി എടുക്കുകയാണ്. ആദ്യം എൻ്റെ തക്കുടാണെങ്കിൽ വെച്ചാൽ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടാൽ മുടിക്കെടുക്കണം കേട്ടോ. നേരെ എൻ്റെ തലയിൽ കയറിണ്ടാവും. ചീക്കുവിനെ കൊത്തി ഓടിച്ചു വിട്ടു. കൊത്തില്ല കൊത്തില്ല കൊത്തില്ല, വേനിക്കില്ല. തലയിൽ വെച്ചാ മീൻ മുഴുവൻ എടുത്ത് എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് തരാണ്. കൊച്ചു കൊത്തിയാ? കൊച്ചു കൊത്തില്ലല്ലോ ബാവേ. കൊച്ചു കൊത്തി വേനിക്കില്ല. കൊച്ചു കടിച്ചാലേ വേനിക്കുള്ളൂ. കൊച്ചുവിന്റെ വായി ഇങ്ങനെ വെച്ചിട്ട് അമർത്തണം. കൊച്ചുവേ ആ ഉറുമ്പ് കൂട്ടിലേ പോയി നിൽക്കണം. നോക്ക് എവിടെ ഒന്നും ആയില്ല. ഒരു അടയാളവും ഇല്ല. നോക്ക് കൊച്ചു കൊത്തി. ആരനെ
നമ്മുടെ തക്കുടും വന്നിട്ടുണ്ട് കേട്ടോ. തക്കുടു ഇന്നത്തെ ദിവസം വീട് മൊത്തം വൃത്തിയാക്കുക പണികൾ. ചിക്കുവേ ചൂലെടുത്ത് ഓരോ ഭാഗം അടിച്ചു വരാൻ നോക്കിക്കോ. ചപ്പുകളൊക്കെ എടുത്ത് അടിച്ചു വരാൻ നോക്ക്. ഇതത്തെ ഈ ചെടിയിൽ കിടക്കുന്ന ഈ ചപ്പുകളൊക്കെ എടുത്ത് ഇങ്ങനെ വെളിയിലേക്ക് ഇടും. നല്ല വൃത്തിയാക്കാൻ പറ്റുള്ളൂ. വേഗം ആക്ക്. വീട് വൃത്തിയാക്കാൻ എന്നോട് കൂട് ചിക്കുവേ. എനിക്ക് വയ്യ ചിക്കുവേ. ഇല്ല കോഴിയെ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെയും കൂടി പുറത്ത് വിട്ടതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നോക്ക് എൻ്റെ കൊച്ചിൻ്റെ രൂപം നോക്ക്. കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ആളുടെ രൂപം മാറി. കുഞ്ഞോ ഈ ചെടിച്ചട്ടിയൊക്കെ എടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടേ ഈ ചെടിച്ചട്ടികൾ നോക്ക്. ഇന്നലെ വലിയ കാര്യത്തിൽ ബോർവെല്ലൊക്കെ ശരിയാക്കിയിട്ടാ. കണ്ടില്ലേ വെള്ളം ലീക്കായിട്ട് വെള്ളം ഉള്ളിലേക്ക് തന്നെയാണ് പോണത്. നല്ല ലീക്കാണ് വെള്ളം. അപ്പോൾ ഇനി ഇത് വേറെ പൈപ്പ് മേടിച്ചിട്ട് വേണം ഒട്ടിക്കണമെങ്കിൽ. തക്കുട് നോക്ക്. തക്കുട് വെള്ളം വേണം. തക്കുട് ഈ മീൻ വായിൽ വെച്ചിട്ട് എൻ്റെ മേത്താണ് കേട്ടോ ഒളിപ്പിച്ച് വെക്കാൻ വരണത്. റിയമോള് പണിയെടുക്കണതാ. പാട്ട് വെച്ചിട്ടുണ്ട്. പണിയെടുക്കാൻ പറയുമ്പോൾ മടിച്ച് വന്ന് നിൽക്കുകയാണ്. മടിച്ച് ചൂലെടുത്തിട്ടേ ഓരോ ഭാഗമായിട്ട് അടിച്ചു വരും. ഇല്ല കൊച്ചുവേ ആ എൻ്റെ കൊച്ചു പണി ചെയ്ത് തരും. ആ പോയിക്കോട്ടെ വെള്ളം പോയിക്കോട്ടെ. ചപ്പൊക്കെ എടുത്തിട്ട് കോഴിവെള്ളം കൊടുക്കാൻ പോണ ഇതാ. തക്കട് ഒളിപ്പിച്ച് വെച്ചാ എവിടെ നോക്കിതാ. ഇതാ കണ്ടോ മീൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആ ഇന്നലെ വന്നില്ല കേട്ടാ. ഇന്നലെയും പോയി വിരുന്ന് പോയിട്ട് ഇന്നാണ് വന്നിരിക്കുന്നത് രാവിലെ. എവിടെ പോയി നിൽക്കണാവോ തക്കുകുട്ടി. പെയിൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും എന്നൊക്കെ പറഞ്ഞു. ആ പെയിൻറ്റിൻ്റെ ഒരു പൊടിയേ അവളുടെ ഈ കല്ലുള്ളൂ. അപ്പുറത്തെ കല്ലിലാണ് കുറച്ചും കൂടി പെയിൻ്റ് ഉള്ളത്. എൻ്റെ തക്കടുവിന് റിങ് ഇട്ട് കൊടുക്കാനാണ് എനിക്ക് മടി. എന്തെങ്കിലും ആയാലോ എന്ന് പറഞ്ഞിട്ട്. ഇല്ലക്കുമ്മ ഈ മീൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ തോളത്ത് കയറും. എനിക്ക് വയ്യ നാറ്റം അടിക്കാൻ. എന്നെക്കൊണ്ട് വയ്യ നാറാൻ. ആ മീനും എടുത്തിട്ട് അങ്ങനെ ഇനി തോളത്തേക്ക് വരും. ഒരു ഫോണിൽ പാട്ട് വെച്ചിട്ട് അടുത്ത ഫോണും കൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പണികളൊന്നും നടക്കണില്ല. വേഗം പണികളാക്കട്ടെ. വൈകുന്നേരം പോകുമ്പോഴത്തേനും എല്ലാ ഭാഗവും ക്ലീൻ ആക്കണം. ഇന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. ഇന്നലെ ബോർവെല്ല് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണിയാണ് നമുക്ക് വീട്ടിൽ മുഴുവനും. മീനും കൊണ്ടാണ് തലയിൽ കയറി നിൽക്കണ അറിയുന്നുണ്ട്. ആ മീൻ മോട്ടർ നിറഞ്ഞു. വേഗം നിർത്ത്. മോട്ടർ നിറഞ്ഞു. നിർത്ത്. ഇതൊക്കെ മീനും കൊണ്ട് വന്നിക്കണം. എന്താ ഒളിപ്പിച്ച് വെക്കാൻ പോയിട്ടുണ്ട് ലവ് ബേർഡ്സിൻ്റെ കൂട്ടിൽ. അടിപൊളി പാട്ട് വെച്ചിട്ടുണ്ട്. ഇത് വെച്ച പാട്ട് എന്താ പറയാ അക്കു എവിടെ നോക്കണം. അക്കു